പ്രശ്നങ്ങൾ കുറേ പറയുന്നുണ്ടെങ്കിലും പരിഹാരം ഞാൻ ഒരൊറ്റ കാര്യത്തിൽ ഒതുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ എന്താണ് പരിഹാരം എന്നറിയുന്നത്? വിശുദ്ധ ഖുർആൻ പറയുന്ന പരിഹാരം ഞാൻ ഓതിയ ആയത്ത്, നിങ്ങൾ തൻ്റെ ഭർത്താവിൽ നിന്ന് എന്തെങ്കിലും നിലക്ക് ഒരു വെറുപ്പോ അവഗണനയോ പ്രശ്നങ്ങളോ അകൽച്ചയോ ഒക്കെ ഒരു സ്ത്രീ ഭയപ്പെടുകയാണെങ്കിൽ, അതായത് ഭർത്താവ് ഒരു ഭാര്യ എന്ന നിലക്കുള്ള പരിഗണനകൾ അവൾക്ക് നൽകാതിരിക്കുക, അതാണ് ഭാര്യ ഭർത്തൃ ജീവിതത്തിലെ പ്രശ്നം. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊക്കെ പരിഹരിച്ച് അവളെ നല്ല രൂപത്തിൽ കൊണ്ടു നടക്കാൻ ഭർത്താവ് റെഡിയാണെങ്കിൽ സുഹൃത്തുക്കളെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. എല്ലാ പ്രശ്നവും പരിഹരിക്കാൻ ഭർത്താവിന് പറ്റും. എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഭർത്താവിന് പറ്റും. നമ്മുടെ മക്കളൊരു വിഷയം എന്ന് പറയുമ്പോൾ പരിഹരിക്കാൻ നമുക്ക് പറ്റുമെങ്കിൽ നമ്മുടെ ഭാര്യയുടെ എല്ലാ വേദനകളും എല്ലാ പ്രയാസങ്ങളും ദൂരീകരിക്കാൻ രക്ഷിതാവായ ഭർത്താവിന് പറ്റും. ഇനി അങ്ങനെ അവർക്ക് മുന്നോട്ട് പോകാൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നം അവിടെ നിർത്തരുത്, അത് പരിഹരിക്കണം എന്നാണ് ഖുർആൻ പറയുന്നത്. ഫലാ ജുനാഹ അലൈഹിമാ അൻ യുസ്ലിഹാ ബൈനഹുമാ സുൽഹ, അവരത് ചർച്ച ചെയ്ത് രമ്യമായി പരിഹരിക്കണം. വസ്സുൽഹ് ഖൈർ, ഏത് വിഷയത്തിലും സുൽഹ് നല്ലതാണ്. എന്താണോ പ്രശ്നം അത് കേട്ട് പരിഹരിക്കാം. ഇനി ഒന്നിച്ച് ജീവിക്കാൻ പറ്റൂലെങ്കിൽ എത്ര കണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റും? എത്ര കണ്ട് ജീവിക്കാൻ പറ്റും? അവസാനം പിരിഞ്ഞു പോകാതെ ഒന്നിച്ച് നിൽക്കാൻ പരമാവധി രണ്ടുപേർക്കും ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് എഗ്രിമെന്റ് എഴുതിയിട്ട് അവർക്ക് ഒന്നിച്ച് പോകാൻ പറ്റുന്നതാണ്. എന്നിട്ട് അള്ളാഹു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിഹാരം, ഈ പ്രശ്നങ്ങളുടെ മൂല കാരണം അള്ളാഹ് പറഞ്ഞു തരാണ്. എന്താ പറഞ്ഞത്? എല്ലാവരുടെ മനസ്സിലും പിശുക്കുണ്ട്. ശുഹ് എന്ന് പറഞ്ഞാൽ സാധാരണ പിശുക്കല്ല. ശുഹ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക? നമുക്ക് കിട്ടേണ്ടതെല്ലാം നമുക്ക് കിട്ടണം, അങ്ങോട്ട് കൊടുക്കാനുള്ളതൊന്നും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ സാധാരണ കൗൺസിലിങ്ങിനൊക്കെ വന്നിട്ട് 1 മണിക്കൂർ 2 മണിക്കൂർ ഈ ഭാര്യമാർ പറയും. ഓരെന്താ പറയാ? ഭർത്താവിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടാത്തതിൻ്റെ പ്രശ്നം, അയാൾക്ക് എൻ്റെ പൊന്നിരിക്കാൻ ഓർമ്മയില്ല, എനിക്ക് സമയം തരാൻ ഒഴിവില്ല, അതേപോലെ എന്നോടൊന്നും മിണ്ടലില്ല, സംസാരിക്കില്ല, എൻ്റെ സങ്കടങ്ങൾ കേൾക്കലില്ല, പിന്നെ കുട്ടികളെ കാര്യം ശ്രദ്ധിക്കില്ല, എന്തൊക്കെയാ പറയാനുള്ളത്? അതൊക്കെ ശരിയായിരിക്കാം. തിരിച്ച് ഭർത്താവിനും പറയാണ്ട് ഞാൻ വന്നാൽ അവൾക്കൊരു മൈൻഡില്ല, ഞാൻ വന്നു എന്നുള്ളൊരു തോന്നലില്ല, എന്നോടൊരു വർത്താനം പറയാൻ നേരല്ല, എൻ്റെ കാര്യങ്ങൾ അവൾക്ക് ഓർമ്മയില്ല, ഞാൻ വിളിച്ചാൽ അവൾ വരൂല, എന്തൊക്കെ പറയാണ്ട്. അപ്പോൾ സുഹൃത്തുക്കൾ, ഞാൻ ചോദിക്കുന്നത്, അവൾക്ക് കിട്ടേണ്ടതെല്ലാം അവൾക്ക് അറിയാലോ, അതുകൊണ്ടല്ല ഇപ്പോൾ ഈ മണിക്കൂർ കണക്കിന് പറഞ്ഞത്. അവന് കിട്ടേണ്ടത് അവനും അറിയാം. എന്നാൽ അവർ കൊടുക്കേണ്ടതില്ലേ? ഭർത്താവിന് അവൾ കൊടുക്കേണ്ടതില്ലേ? ഭാര്യയ്ക്ക് അവൻ കൊടുക്കേണ്ടതില്ല. ആ കൊടുക്കേണ്ടതിനെ കുറിച്ച് അവർക്ക് ഓർമ്മയില്ല. കിട്ടേണ്ടതിനെ കുറിച്ച് ഓർമ്മയുള്ളതുപോലെ കൊടുക്കേണ്ടതിനെ കുറിച്ച് ഓർമ്മയുണ്ടെങ്കിൽ പ്രശ്നം തീർന്നു. ഈ ഷുഹിന്റെ നേരെ ഓപ്പോസിറ്റ് എന്താണ്? അറബിയിൽ ഇറങ്ങുക, അതിന്റെ വിപരീത പദം സമാഹത്താണ്. എന്താ സമാഹത്താണല്ലോ? എന്താ അറിയും? നിർലോഭമായി കൊടുക്കുക, ഇങ്ങോട്ട് കിട്ടാത്തതിൽ സംതൃപ്തിപ്പെടുക. എനിക്ക് അത്ര മതി, അവളെ കൊണ്ട് അത്രേ പറ്റുള്ളൂ, അവിടെ അത്ര മതി, അദ്ദേഹത്തെ കൊണ്ട് അത്രേ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ അങ്ങോട്ട് കൊടുക്കാനുള്ളതോ പൂർണ്ണമായി നമ്മൾ എന്ത് ചെയ്യും? കൊടുക്കും. അപ്പോൾ നിങ്ങൾ തീരുമാനിക്കണം, എൻ്റെ ഭാര്യ ആയതുകൊണ്ട് അവൾക്ക് കിട്ടേണ്ടതൊന്നും കിട്ടാതിരിക്കരുത് എന്ന് നിങ്ങൾ ഇന്ന് തീരുമാനിച്ചാൽ അവളുടെ എല്ലാ പ്രശ്നവും തീർന്നു. എൻ്റെ ഭർത്താവിന് ഒരു ഭർത്താവ് എന്ന നിലയ്ക്ക് എന്നിൽ നിന്ന് എന്തൊക്കെ കിട്ടണോ അതൊക്കെ ഞാൻ കൊടുക്കുമെന്ന് നിങ്ങളുടെ ഭാര്യ തീരുമാനിച്ചാൽ പ്രശ്നം തീർന്നു.